ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആവീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ എണീറ്റ് എന്ത് പണി ഒപ്പിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഫേസൊക്കെ ഡള്ളായിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നേരെ ബ്യൂട്ടി പാർലറിൽ പോയി മുഖമൊക്കെ ഒന്ന് മിനുക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങിക്കിടന്നിരുന്ന നമ്മുടെ ഹസ്ബൻഡിനെയും കുത്തിപ്പൊക്കി കാറ് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. ഉറക്കത്തേക്കാൾ വലുത് സ്വന്തം മനസ്സമാധാനമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം അദ്ദേഹം ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊല്ലം ബോബ് ഡി ജോണിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഞങ്ങളെ അവിടെ കൊണ്ട് സീറ്റിലിരുത്തി. ഞാനും എൻ്റെ മദർ ഇൻ ലോയും ഉണ്ടായിരുന്നു. ഞാൻ ക്ലീനപ്പാണ് ചൂസ് ചെയ്തത്, കാരണം എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ക്ലീനപ്പാണ്. ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റും ഫേസ് കുറച്ച് ക്ലീനൊക്കെ ആയി തോന്നിയത് ക്ലീനപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ്. അങ്ങനെ ക്ലീനപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വർക്കലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. വർക്കല പോകാനായിട്ട് ഇത്തവണ ഞങ്ങൾ ചൂസ് ചെയ്തത് കൊല്ലം താന്നി വഴിയുള്ള തീരദേശ പാതയാണ്. ഇത് ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ തീരദേശ പാത പിടിച്ചു. അതുകൊണ്ട് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. നമ്മൾ പോകുന്ന വഴി ഏകദേശം 2-3 ബീച്ച് കവർ ചെയ്തിട്ട് പോകും. സൈഡിൽ ഫുൾ ഇതേപോലെയുള്ള ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങനെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകാനായിട്ട് സാധിക്കും. അതേപോലെ ഞാൻ നിങ്ങൾക്ക് വർക്കലയിലുള്ള ഒരു അടിപൊളി ഹോം സ്റ്റേ പരിചയപ്പെടുത്തി തരാം. ഈ ഹോം സ്റ്റേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 ദിവസം ഈ ഹോം സ്റ്റേയിൽ താമസിച്ചു. പക്ഷേ 2 ദിവസത്തിൽ ഒരു ദിവസം പോലും എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഞാൻ വീട് വിട്ട് വേറൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നതെന്നൊരു ഫീലേ എനിക്ക് തോന്നിയില്ല. അത്രയ്ക്ക് അടിപൊളി ആംബിയൻസും ഹോംലി അറ്റ്മോസ്ഫിയറുമാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടുത്തെ ഹോസ്റ്റായ സുജാത ആൻറ്റിയും മനോജ് അങ്കിളും എനിക്ക് എൻ്റെ വീട്ടിൽ പോയ ഫീലാണ്. അതായത് സുജാത ആൻറ്റി ആയിക്കോട്ടെ, അങ്കിൾ ആയിക്കോട്ടെ, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾക്ക് 100% സപ്പോർട്ടായിട്ട് നിൽക്കും. നമ്മൾ പേരൻസിനേക്കാളും സപ്പോർട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ പുറത്ത് പോകണം, അല്ലെങ്കിൽ വണ്ടി വേണം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, ഒരു സജഷൻ വേണം, നല്ല ഹോട്ടൽ ഏതാണെങ്കിലും എന്തായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു കാര്യം എന്താ വെച്ചാൽ, സുജാത ആൻറ്റിയും എൻ്റെ മദർ ഇൻ ലോയും പഴയ കൊളീഗ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ഞങ്ങൾ വന്നപ്പോൾ തന്നെ ലിച്ചി ജ്യൂസിൻ്റെ ഒരു വെൽക്കം ഡ്രിങ്കും കുറച്ച് അലുവയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ കണ്ടില്ല എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഫുഡ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. ഞങ്ങൾ രണ്ടും ബന്ധം വിച്ഛേദിച്ച് 2 ഭാഗത്തേക്ക് മാറിയിരുന്നതാ. ഒറ്റയ്ക്കൊന്ന് ജ്യൂസൊക്കെ കഴിക്കുക, എന്നെ പിന്നെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പുതിയ പ്ലാനുകൾ എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ഇഡലിയൊക്കെ സുജാത ആൻറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഇഡലി കഴിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ സൈസിന് പറ്റിയ രീതിയിലുള്ളൊരു ദോശ ചുട്ടുകൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, പാവം. അപ്പോൾ രാവിലെ ഇതൊക്കെ തട്ടിക്കയറ്റിക്കൊണ്ട് ഞങ്ങൾ നേരെ വർക്കലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ റിസോർട്ടിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. റിസോർട്ടിൻ്റെ പേര് KV വുഡൻ ഹോം സ്റ്റേ. ശരിക്കും ഹോം സ്റ്റേ തന്നെയാണ്, പേര് പോലെ തന്നെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.